അവിടുത്തെ അനുഗ്രഹം മൂലം ദേവന്മാർക്ക് ജരാനരയിൽ നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. അവിടുന്ന് സമയോചിതമായി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അമരത്വം നേടിയ ദൈത്യന്മാർ ദേവലോകം തന്നെ കീഴ്പ്പെടുത്തിയേനെ. സ്ഥിതി പരിപാലനമല്ലേ നമ്മുടെ ധർമ്മം. അപ്പോൾ സ്ഥിതിഭ്രംശം സംഭവിക്കുവാൻ നാം അനുവദിക്കുമോ? വൈകുണ്ഠനാഥ, അവിടുന്ന് ഏത് വിധേനയാണ് ശക്തരായ അസുരവൃന്ദത്തിൽ നിന്ന് അമൃത് വീണ്ടെടുത്തതെന്നറിയാൻ നമുക്ക് കൗതുകമുണ്ട്. നമ്മുടെ തത്സ്വരൂപത്തിൽ അസുരന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായാൽ അസുരന്മാർ അമൃതകുംഭവുമായി കടന്നു കളയുകയോ നമ്മോട് യുദ്ധത്തിനൊരുങ്ങുകയോ ചെയ്യുമെന്ന് നിശ്ചയമുണ്ടായിരുന്നു. ആയതിനാൽ അസുരന്മാരെ കബളിപ്പിച്ച് അവരുടെ കൈകളിൽ നിന്നും അമൃതകലശം നേടിയെടുക്കുന്നതാണ് ഉചിതമെന്ന് നമുക്ക് തോന്നി. അങ്ങനെ അസുരന്മാരുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നതിനായി നാം മോഹിനി രൂപം പൂണ്ടു. അത് നന്നായി. അവിടുത്തെ മോഹിനി രൂപം നമുക്കും ഒന്ന് ദർശിക്കണമെന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ മോഹിനിയായി മാറാൻ അവിടത്തേക്ക് സാധിക്കുമോ? നമ്മുടെ മോഹിനി രൂപം ദർശിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഏതോ കാരണമുണ്ടെന്ന് നാം അറിയുന്നു. നിശ്ചയമായും. വൈകുണ്ഠനാഥ, നമ്മുടെ ഉള്ളം അങ്ങേക്കും അറിവുള്ളതല്ലേ? ഹരിയും ഹരനും സമന്വയിച്ച് ഹരിഹരപുത്രൻ ജാതനാവണം. തീർച്ചയായും. ഹരിഹരപുത്രൻ്റെ ജനനത്തിനുള്ള മുഹൂർത്തം സമാഗതമായിരിക്കുന്നു നാരായണ. ധർമ്മം പരിരക്ഷിക്കാൻ ധർമ്മശാസ്താവായി, ശ്രീഭൂതനാഥനായി ശാസ്താവ് ജാതനാവണം. അവിടുത്തെ അഭീഷ്ടം നാം സാധ്യമാക്കാം. അങ്ങേക്ക് വേണ്ടി നാം ഒരിക്കൽ കൂടി ആ മോഹിനി രൂപം സ്വീകരിക്കാം. ചുറ്റി വന്ന ശീതമന്ദമാരുതന്റെ ചുണ്ടിലെന്നും
ഹരിഹരപുത്രൻ ധർമ്മശാസ്താവ്. ധനുമാസത്തിൽ ഒരു ശനിവാരത്തിൽ ഉത്രം നക്ഷത്രം വൃശ്ചിക ലഗ്നത്തിലാണ് ധർമ്മശാസ്താവ് മണികണ്ഠനായി അവതാരം കൊണ്ടത്. ശനിയാഴ്ച ഭഗവാനെ സംബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങൾക്ക് സ്വാമി ഭക്തന്മാർ കൂടുതൽ പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ളത് ഈ കാരണത്താലാണ്. സകല ഭൂതസഞ്ചയങ്ങൾക്കും ജീവനായി വർത്തിക്കയാൽ ഭൂതനാഥനെന്നും ധർമ്മത്തെ ശാസിക്കാൻ അഥവാ പരിപാലിക്കാൻ അധികാരമുള്ളതിനാൽ ധർമ്മശാസ്താവെന്നും പരമമായ തത്വങ്ങളെല്ലാം തന്നിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ പരായ ഗോത്രനെന്നും ആര്യന്മാർക്കെല്ലാം പിതാവെന്ന പോലെ പ്രശോഭിക്കയാൽ ആര്യതാതനെന്നും ധർമ്മശാസ്താവിന് അപരനാമങ്ങളുണ്ട്. ആനന്ദസ്വരൂപനും ജീവരാശിയെ സംസാരസാഗരത്തിൽ നിന്നും മോചിപ്പിക്കുന്നവനും സൃഷ്ടി സ്ഥിതി സംഹാരകാരകനും വാക്കിലും മനസ്സിലും ഒതുങ്ങാത്ത അനന്തമാഹാത്മ്യവുമായ താരകസ്വരൂപമാണ് ശാസ്താവ്. എന്താണ് താരകസ്വരൂപം അഥവാ താരകബ്രഹ്മം? സകല ചരാചരങ്ങൾക്കും അന്തർഭൂതമായ സർവശക്തിയാണ് താരകം. സത്യസ്വരൂപവും ആ മഹാശക്തി തന്നെയാണ്. താരകസ്വരൂപനായ ശാസ്താവിൻ്റെ അവതാര രഹസ്യങ്ങളും മാഹാത്മ്യങ്ങളും ധാരാളമാണ്. അത് വർണ്ണിക്കുക വാക്കുകൾക്ക് അതീതമാണ്. എങ്കിലും വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷകന്റെ അവതാര പിറവിക്ക് മുഖ്യമായ ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. എന്താണ് ശാസ്താവിൻ്റെ അവതാര ലക്ഷ്യം? മഹിഷിയുടെ അഹങ്കാരം ശമിപ്പിക്കാനാണ് ശ്രീ ധർമ്മശാസ്താവ് അവതരിച്ചതെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞു തന്നത് വളരെ ശരിയാണ്. അപ്പോൾ ആരാണ് മഹിഷി? ആർക്കെങ്കിലും അറിയാമോ? ആ, മഹിഷി എന്ന് പറഞ്ഞാൽ എരുമ. എരുമയെ അറിയുമോ? ആ, എരുമയുടെ സംസ്കൃത നാമമാണ് മഹിഷി. ഒരു ശാപത്താൽ മഹിഷത്തിൻ്റെ മുഖവുമായി പിറവിയെടുത്ത അസുര സ്ത്രീയാണ് മഹിഷി. മഹിഷിയെക്കുറിച്ച് അറിയും മുമ്പ് മഹിഷിയുടെ പൂർവജന്മത്തെക്കുറിച്ചും നാം അറിയണം. ധർമ്മം പരിപാലിക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സഗുണാവസ്ഥയെ പ്രാപിച്ചു. അതിൽ നിന്ന് ഒരു മഹാശക്തി ഉദ്ഭൂതമായി. ആ ശക്തിക്ക് ദത്താത്രേയൻ എന്ന് നാമകരണം ചെയ്തു.
ദത്തൻ ജന്മമെടുത്ത അതേ നേരം യോഗമായ ശക്തികളായ ദേവിമാരും ഏകോപിച്ച് ഗാലവൻ എന്ന മഹർഷിയുടെ പുത്രിയായി അവതരിച്ചു. ഗാലവൻ ആ പുത്രിക്ക് ലീല എന്ന് നാമകരണം ചെയ്തു. കാലാന്തരത്തിൽ വേദശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നതിനായി ഗാലവ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ദത്താത്രേയൻ. ഓം എന്ന പ്രണവമന്ത്രം സർവപ്രധാനമാണ്. അതിനെ ഉപാസിക്കുക എന്നത് ശ്രേഷ്ഠമാണ്, ബ്രഹ്മമാണ്, പരബ്രഹ്മം. അതിനപ്പുറം മറ്റൊരു ഉപാസനയില്ല. ഗുരു, ബ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാം ആഗ്രഹിക്കുന്നു. ദത്താത്രേയ, ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. വദന്തി തത്വ വിദസ്തത്വം യത് ജ്ഞാനമദ്വയം പരമാത്മേതി ബ്രഹ്മേതി ഭഗവാനിതി ശബ്ദതേ. അദ്വൈതജ്ഞാനമേതോ അതുതന്നെയാണ് ബ്രഹ്മം. പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും ഭഗവാനെന്നും പറയുന്നത് ഒന്നുതന്നെയാണ്. ഗുരു, ബ്രഹ്മത്തെ ഏത് രൂപത്തിലാണ് പൂജിക്കേണ്ടത്? സ്ത്രീരൂപത്തിലോ പുരുഷരൂപത്തിലോ? ദത്താത്രേയ, ഒരിക്കൽ ബ്രഹ്മദേവൻ സാക്ഷാൽ ദേവി പരാശക്തിയോട് ഇതേ സംശയം ഉന്നയിച്ചു. ബ്രഹ്മരൂപം സ്ത്രീയോ പുരുഷനോ എന്ന്. ദേവി ഇപ്രകാരം അരുളി ചെയ്തു: ഏകമേവ ദ്വിതീയം ബ്രഹ്മ. ബ്രഹ്മം സ്ത്രീയുമല്ല പുരുഷനുമല്ല. ബ്രഹ്മം ഏകമാണ്. അത് നിത്യമാണ്, സത്യമാണ്, സനാതനമാണ്. സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ എന്നു പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും ഒന്നുതന്നെ. ഒരു വ്യക്തി പല വേഷങ്ങൾ അണിഞ്ഞു എന്ന് വെച്ച് ആ വ്യക്തി പലതാകുന്നില്ലല്ലോ. വ്യക്തി എപ്പോഴും ഒന്നുതന്നെ. അതുപോലെ ബ്രഹ്മം പല രൂപത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ഓ
ലീലേ, മറ്റാരെങ്കിലും വന്ന് ഒരുവനെ മോചിപ്പിക്കുന്നില്ല. അവനവൻ്റെ മോചനമാർഗം അവനവനിൽ തന്നെയുണ്ട്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പ്രദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലം